ഷാലോം ടിവിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം. നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനിവാര്യമായ ഒരാവശ്യമാണ് മറ്റുള്ളവരുമായി നന്നായി സംസാരിക്കുവാൻ സാധിക്കുക എന്നത്. കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുക ഇന്നത്തെ ലോകത്തിൽ എല്ലാവരുടെയും ഒരാഗ്രഹമാണ്. ചില സന്ദർഭങ്ങളിൽ സ്വകാര്യ കമ്പനികളുടെയും മറ്റും ജോലിക്കാരെ അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ സഹായിക്കുന്നതിന് ട്രെയിനിങ് കൊടുക്കേണ്ട സാഹചര്യമുണ്ടാകുമ്പോഴൊക്കെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം കൈകാര്യം ചെയ്യേണ്ടി വരാറുണ്ട്. പലപ്പോഴും കമ്മ്യൂണിക്കേഷൻ നന്നായി നടക്കാത്തത് നിമിത്തമാണ് ഈ ലോകത്തിൽ കമ്പനികളിലും കുടുംബങ്ങളിലും സമൂഹങ്ങളിലും എന്തിന് രാജ്യങ്ങൾ തമ്മിൽ പോലും പലപ്പോഴും സ്പർദ്ധയും വൈരാഗ്യവും ഒക്കെ ഉണ്ടാകുന്നത്. ഏറ്റവും നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാവുന്നയാളാണ് പലപ്പോഴും ഒരു സമൂഹത്തിൻ്റെ നേതാവായി മുന്നോട്ട് വരിക. ഒരു ജനത്തിന് വേണ്ടി സംസാരിക്കുക, ഒരു സത്യത്തിന് വേണ്ടി സംസാരിക്കുക, ഒരു പ്രധാനപ്പെട്ട ആവശ്യത്തിന് വേണ്ടി സംസാരിക്കുക. ഇങ്ങനെ നമുക്ക് സംസാരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ നിരവധിയാണ്. നമ്മുടെ കുടുംബത്തിൽ തന്നെ പലപ്പോഴും പല കാര്യങ്ങളും പറയേണ്ടതുപോലെ പറഞ്ഞിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാകാതെ പോകുമായിരുന്നു. പ്രിയമുള്ളവരെ, ചില അധ്യാപകരുടെ കാര്യം തന്നെ നമുക്കെടുക്കാം. അവരെല്ലാവരും പഠിപ്പിക്കുന്നത് ഒരു വിഷയമായിരിക്കും. ഉദാഹരണത്തിന് 2 കെമിസ്ട്രി അധ്യാപകർ. ഇവർ കെമിസ്ട്രി പഠിപ്പിക്കുന്നു, ഒരേ വിഷയമാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ ഒരു അധ്യാപകൻ പഠിപ്പിക്കുന്നത് കുട്ടികൾക്കെല്ലാം മനസ്സിലാകുന്നു. ആ അധ്യാപകൻ്റെ അടുക്കലേക്ക് കുട്ടികൾ തള്ളിക്കയറുന്നു. മറ്റൊരു അധ്യാപകൻ പഠിപ്പിക്കുന്നത് മറ്റേയാൾ പഠിപ്പിച്ച അതേ വിഷയം തന്നെയാണെങ്കിലും പഠിക്കുന്നവർക്കൊന്നും മനസ്സിലാവുന്നില്ല. അതിനാൽ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് കുട്ടികൾ കടന്നു വരുന്നില്ല. ഇങ്ങനെയാണ് അധ്യാപകരുടെ മികവ് നിശ്ചയിക്കുന്നത്. അവർ പറയുന്നത് ഒരു കാര്യമാണ്, എന്നാൽ മനസ്സിലാക്കുന്നവർക്ക്, അത് കേൾക്കുന്നവർക്ക് ഒരാൾ പറയുന്നത് മനസ്സിലാകാതെ വരുമ്പോൾ മറ്റൊരാൾ പറയുന്നത് നന്നായി മനസ്സിലാകുന്നു. അപ്പോൾ ഒരു കാര്യം തന്നെ 2 രീതിയിൽ പറഞ്ഞാൽ കേൾക്കുന്നവർ മനസ്സിലാക്കുന്നതിൽ വ്യത്യാസമുണ്ടാകുന്നു എന്നാണ് നമ്മൾ അറിയുന്നത്. അതാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. നമ്മളുടെ ഉള്ളിലുള്ളൊരു കാര്യം മറ്റുള്ളവർ സ്വീകരിക്കുന്ന രീതിയിൽ, അംഗീകരിക്കുന്ന രീതിയിൽ പറഞ്ഞ് പ്രതിഫലിപ്പിക്കുവാൻ സാധിക്കുന്നതാണ് ഒരു വ്യക്തിയുടെ സംഭാഷണ മികവ്. ക്രൈസ്തവ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ള കാര്യമാണിത്. നമ്മളുടെ ഭൗതിക ജീവിതത്തിൽ, സെക്യുലർ വേൾഡിൽ പലപ്പോഴും നമ്മൾ ആളുകളെ സംസാരിക്കാൻ പഠിപ്പിക്കുന്നത് അവർക്ക് സന്തോഷകരമായ രീതിയിൽ, മറ്റുള്ളവർക്ക് സന്തോഷകരമായ രീതിയിൽ ആശയങ്ങൾ പറയുക എന്നുള്ളതാണ്. അത് പലപ്പോഴും വളരെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് സാമൂഹ്യ ജീവിതത്തിൽ സംഭാഷണം പഠിപ്പിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഇടപഴകാൻ പഠിപ്പിക്കുക വളരെ എളുപ്പമാണ്. ഇതിൽ വളരെ മുന്നിട്ട് നിൽക്കുന്നത് വികസിത രാജ്യങ്ങളാണ്. നമുക്കറിയാം, അവികസിത രാജ്യങ്ങളിൽ അഥവാ വികസന രാജ്യങ്ങളിലൊക്കെ തന്നെ ജനങ്ങൾ പലപ്പോഴും കലുഷിതമായ സാഹചര്യങ്ങളിൽ കടന്നു വരുന്നവരാണ്. അവിടെയൊക്കെ ചിലപ്പോൾ ആളുകളുടെ സംഭാഷണം മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നത് പോലെയൊക്കെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ ലോകത്തിൽ ഒരുപാട് സഞ്ചരിച്ചിട്ടുള്ളവരോട് ചോദിച്ചാൽ അറിയാം, വികസിത രാജ്യങ്ങളിൽ ഇതിനുള്ള പരിശീലനം കൂടുതലായതുകൊണ്ട് മോശപ്പെട്ടൊരു വ്യക്തിയാണെങ്കിൽ പോലും അദ്ദേഹം ഒരു കാര്യം അവതരിപ്പിക്കുന്ന രീതി കണ്ടാൽ അദ്ദേഹം ഒരു വിശുദ്ധനാണെന്ന് നമുക്ക് തോന്നിപ്പോകും. പലപ്പോഴും നമുക്ക് വിഷമമുണ്ടാകാത്ത രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അവർക്കൊക്കെ വളരെ മികവോടെ സാധിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, എന്നാൽ ക്രൈസ്തവ ജീവിതത്തിൽ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും പറയാനാവില്ല എന്നതാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം. ഒരാൾ ചെയ്യുന്ന തെറ്റ് അയാളോട് പറയേണ്ടി വരുന്നു എന്നത്, ഒരാൾ ചെയ്യുന്ന തെറ്റ് ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്നു എന്നത് ഉത്തരവാദിത്തപ്പെട്ട ക്രൈസ്തവ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. കുടുംബ ജീവിതത്തിലാകട്ടെ, നമ്മളുടെ ശുശ്രൂഷ മേഖലകളിലാകട്ടെ, നമ്മൾ നന്മകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ പലപ്പോഴും തിന്മകൾ ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്ന അത്യാവശ്യ ഘട്ടങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ സമയങ്ങളിലാണ് പലപ്പോഴും ഫ്രിക്ഷൻ ഉണ്ടാകുന്നത്, മുറുമുറുപ്പുണ്ടാകുന്നത്. ഇവിടെയാണ് നമുക്ക് എന്തു ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്തത്. ജീവിത പങ്കാളിയോട്
മക്കളോട്, സഹോദരങ്ങളോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പരാജയപ്പെടുന്നു. ഒരു കഥ ഓർക്കുകയാണ്. നമ്മളുടെ വളരെ പ്രശസ്തനായ ഐൻസ്റ്റീൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ്റെ ജീവിതത്തിൽ നടന്നു എന്ന് ആളുകൾ പറയുന്നൊരു സംഭവമാണ്. ഐൻസ്റ്റീൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഇന്നത്തതുപോലെ ഫേസ്ബുക്കും വാട്സപ്പും ടെലിവിഷനും ഒന്നും പ്രചാരത്തിലില്ലാത്തൊരു കാലഘട്ടമാണ്. ഐൻസ്റ്റീൻ എന്ന പേര് തന്നെ പത്രമാധ്യമങ്ങളിലൂടെയോ ആരെങ്കിലുമൊക്കെ പറഞ്ഞോ ആളുകൾ കേൾക്കുന്നുള്ളൂ. അതിനാൽ ഐൻസ്റ്റീൻ്റെ മുഖം വലിയ പരിചയമില്ലാത്തൊരു കാലഘട്ടമാണ് എന്നോർക്കണം കഥ കേൾക്കുമ്പോൾ. ഐൻസ്റ്റീനെ ഒരു വലിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു വലിയ പ്രഭാഷണത്തിനായി അവിടെയുള്ള ആളുകൾ ക്ഷണിക്കുന്നു. അദ്ദേഹം തൻ്റെ കാറിൽ ഡ്രൈവറിനോടൊപ്പം ആ യൂണിവേഴ്സിറ്റിയിലേക്ക് പോവുകയാണ്. ഐൻസ്റ്റീൻ്റെ മുഖത്തൊരു വിഷാദഭാവമുണ്ട്. ഡ്രൈവർ കാരണം അന്വേഷിച്ചപ്പോൾ ഐൻസ്റ്റീൻ പറഞ്ഞത്, എപ്പോഴും ഇത് തന്നെ പ്രസംഗിച്ച് എനിക്ക് മടുത്തു. ഈ 2 മണിക്കൂർ പ്രസംഗം ഞാൻ പല സ്ഥലങ്ങളിൽ പ്രസംഗിച്ച് മടുത്തു. ഇത് തന്നെയാണല്ലോ ഇപ്പോഴും പറയാൻ പോകുന്നതെന്ന് ഓർക്കുമ്പോൾ ഒരു ബോറടിക്കുന്നു. അപ്പോൾ ഡ്രൈവർ പറഞ്ഞു, ശരിയാണ് സാർ, ഈ പ്രസംഗം 100 കണക്കിന് ഞാൻ കേട്ടത് കാരണം ഇപ്പോൾ ആ പ്രസംഗം മുഴുവൻ എനിക്ക് കാണാതെ അറിയാം. ഐൻസ്റ്റീൻ അതിശയിച്ചു. അങ്ങനെയാണോ? എന്നാൽ നീ ഒന്ന് പറഞ്ഞ് കേൾക്കട്ടെ. അങ്ങനെ കാറിലിരുന്ന് ഈ ഡ്രൈവർ ഐൻസ്റ്റീൻ പറയുന്ന പ്രസംഗം മുഴുവൻ കാണാതെ പറഞ്ഞ് കേൾപ്പിച്ചു. ഐൻസ്റ്റീന് ഭയങ്കര ആത്മവിശ്വാസമായി. ഐൻസ്റ്റീൻ പറഞ്ഞു, ഇന്ന് നീ എന്നെ രക്ഷിക്കണം, എനിക്കിന്ന് വയ്യ. അതുകൊണ്ട് ഇന്ന് യൂണിവേഴ്സിറ്റിയിലെ പ്രസംഗം നീ ഇതുപോലെ പ്രസംഗിച്ചാൽ മതി. എനിക്ക് പകരം നീ കയറുക. ഞാൻ ആരാണെന്ന് അവർക്കറിയില്ല എന്നുള്ളതാണ് വളരെ രസകരമായ വസ്തുത. എൻ്റെ പേരറിയാം, പക്ഷേ എൻ്റെ മുഖം അറിയാവുന്ന ആരും അവിടെ ഇല്ല. അതുകൊണ്ട് നമുക്ക് വേഷം മാറാമെന്ന് പറഞ്ഞ് ഐൻസ്റ്റീൻ ഡ്രൈവറുടെ വേഷവും ഡ്രൈവർ ഐൻസ്റ്റീൻ്റെ വേഷവും സ്വീകരിച്ചു. അങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ അവരെത്തി. ഡ്രൈവർ ഐൻസ്റ്റീനായി എല്ലാവർക്കും കൈയൊക്കെ കൊടുത്ത് അകത്ത് കയറി, വേദിയിൽ കയറി. എല്ലാവരും കരഘോഷത്തോടെ അദ്ദേഹത്തെ സ്വീകരിച്ചു. യഥാർത്ഥ ഐൻസ്റ്റീൻ ഡ്രൈവറുടെ വേഷത്തിൽ ആളുകളുടെ ഏറ്റവും പുറകിൽ പോയി ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ സ്റ്റേജിൽ കയറി നിൽക്കുന്ന ഡ്രൈവർ എന്ന ഐൻസ്റ്റീൻ വളരെ മനോഹരമായി 2 മണിക്കൂർ കൊണ്ട് ഐൻസ്റ്റീൻ്റെ ആ ക്ലാസ്സുകൾ മുഴുവൻ ആളുകളെ കേൾപ്പിക്കുകയാണ്. കരഘോഷത്തോടെയാണ് ആൾക്കാർ ഈ പല പോയിന്റുകളും സ്വീകരിക്കുന്നത്. നമ്മളുടെ ഡ്രൈവറായിട്ടുള്ള ഐൻസ്റ്റീൻ പുറകിലിരുന്ന് ആസ്വദിക്കുകയും ചെയ്യുന്നു. അങ്ങനെ 2 മണിക്കൂർ ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും സദസ്സിൽ നിന്ന് പലരും സംശയങ്ങൾ ചോദിക്കുവാനായി എഴുന്നേറ്റു. സംശയങ്ങൾ ചോദിക്കുവാൻ തുടങ്ങിയപ്പോഴാണ് ഇത് അവതരിപ്പിച്ച ഡ്രൈവറുടെ പ്രതിസന്ധി കടന്നു വരുന്നത്. ഈ സംശയങ്ങൾക്കൊക്കെ മറുപടി എങ്ങനെ പറയണമെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം പെട്ടെന്നൊരു സൂത്രം പ്രയോഗിച്ചു. ഒരു വലിയ പ്രൊഫസറാണ് ആദ്യത്തെ സംശയം ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞു, പ്രൊഫസർ, ഇത്രയും ക്ലാസ് കേട്ടിട്ടും താങ്കൾക്ക് ഇത്രയും നിസ്സാരമായൊരു സംശയം ഉണ്ടായത് എന്നെ വളരെയധികം അതിശയിപ്പിക്കുന്നു. ഇത് വളരെ നിസ്സാരമാണല്ലോ, ഇതിൻ്റെ ഉത്തരവും നിസ്സാരമാണ്. എൻ്റെ ഡ്രൈവർ ഇതിൻ്റെ ഉത്തരം നിങ്ങളോട് പറയും. ഈ ചോദ്യത്തിൻ്റെ നിസ്സാരത നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ഞാൻ എൻ്റെ ഡ്രൈവറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണെന്ന് പറഞ്ഞ് ഈ ഐൻസ്റ്റീൻ്റെ വേഷം ധരിച്ചിരിക്കുന്ന ഡ്രൈവറുടെ വേഷം ധരിച്ചിരിക്കുന്ന ഐൻസ്റ്റീനെ പുറകിൽ നിന്ന് വേദിയിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ യഥാർത്ഥത്തിലുള്ള ഐൻസ്റ്റീൻ വേദിയിൽ കയറി വന്നതോടുകൂടി നമ്മുടെ വ്യാജ ഐൻസ്റ്റീൻ രക്ഷപ്പെട്ടു. യഥാർത്ഥത്തിലുള്ള ഐൻസ്റ്റീൻ സ്റ്റേജ് കൈകാര്യം ചെയ്തു. പ്രിയമുള്ളവരെ, യഥാർത്ഥത്തിൽ ഇതിന് സമാനമായ ഒരു ജീവിതമാണ് ക്രൈസ്തവ ജീവിതം. ഡ്രൈവർ എന്ന് പറയുന്നയാൾ, ഈ പുറകിലിരുന്ന ആ ഡ്രൈവർ യഥാർത്ഥത്തിലുള്ള ഐൻസ്റ്റീൻ, അത് പരിശുദ്ധാത്മാവാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വലിയ വാഗ്ദാനമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങളിൽ ഈശോ പറയുകയാണ്, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരുകയും ചെയ്യും. പ്രിയമുള്ളവരെ, എല്ലാം അറിയാവുന്ന, എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു സഹായകനെയാണ് യേശു നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അദ്ദേഹം നമ്മളുടെ കൂടെ യാത്ര ചെയ്യുകയാണ്. ഏതൊരു സാഹചര്യത്തിലും എന്തു കാര്യവും മികവോടെ എങ്ങനെ സംസാരിക്കണമെന്നും ചെയ്യണമെന്നും അറിയാവുന്നയാളാണ് സഹായകൻ. ഹെൽപ്പർ എന്ന വാക്ക്
കേരളത്തിൽ ഉപയോഗിക്കുമ്പോൾ വളരെ വിചിത്രമായ അർത്ഥതലങ്ങൾ അതിനുണ്ട്. ഉദാഹരണത്തിന്, ഒരു സാധാരണ കൽപ്പണി ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു മരപ്പണി ചെയ്യുന്ന ഒരാൾ, അദ്ദേഹം ഒരു വലിയ ആശാനായി മാറുന്നത് അദ്ദേഹത്തിനൊരു ഹെൽപ്പറെ കിട്ടുമ്പോഴാണ്. ഈ ഹെൽപ്പറിൻ്റെ മുമ്പിൽ അദ്ദേഹം ഒരു വലിയ സാറാവുകയും ഹെൽപ്പർ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിസാരനായ ഒരു ശിഷ്യനായി തീരുകയും ചെയ്യും. വലിയ വിശേഷ വൈദഗ്ധ്യങ്ങളൊന്നും ആവശ്യമില്ലാത്ത തൊഴിലുകൾക്ക് പോലും ഒരാൾ ഹെൽപ്പറായി ജോലിക്ക് കയറിക്കഴിഞ്ഞാൽ അയാൾ ആരെയാണോ ഹെൽപ്പ് ചെയ്യുന്നത് അദ്ദേഹം ആശാനും ഇയാൾ ശിഷ്യനും, എന്തു പറഞ്ഞാലും കേൾക്കേണ്ടവനുമൊക്കെയാണ്. ഇങ്ങനെ ഒരു ഹെൽപ്പർ എന്ന കൺസെപ്റ്റ് ഉണ്ട്. ഈ കൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് വളരെ വിധേയപ്പെട്ട് നിൽക്കേണ്ട ഒരാൾ, നമ്മളെല്ലാം പറയുന്നത് കേൾക്കേണ്ട ഒരാൾ എന്ന് വരും. എന്നാൽ പലതരത്തിലുള്ള ഹെൽപ്പർ, നമ്മൾ സാധാരണ കേരളത്തിൽ ഹെൽപ്പർ എന്ന് വിളിക്കുമ്പോൾ ഒരു പക്ഷേ ഇംഗ്ലണ്ട്, അമേരിക്ക പോലുള്ള വിദേശ രാജ്യങ്ങളിൽ അദ്ദേഹത്തെ മാന്യമായ ഒരു സ്ഥാനത്ത് നിർത്തി സപ്പോർട്ട് ഓഫീസർ അങ്ങനെയൊക്കെ ആയിരിക്കും വിളിക്കുക. ഇത് കേരളത്തിൻ്റെ രീതിയാണ്. എന്നാൽ ഇതിനപ്പുറം മറ്റൊരു തരത്തിലുള്ള ഹെൽപ്പുണ്ട്. നമുക്കറിയാവുന്നതാണ്, വലിയ മന്ത്രിമാരുടെ അടുക്കലൊക്കെ ഈ മന്ത്രിമാരുടെ കൂടെ IAS നിൽക്കുന്നൊരു രീതിയുണ്ടല്ലോ. മന്ത്രിക്ക് വിദ്യാഭ്യാസം ഇപ്പോഴത്തെ മന്ത്രിമാർക്കൊക്കെ ഉണ്ടാകാം, സാധാരണ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ലല്ലോ. അറിവുള്ള കാര്യങ്ങളായിരിക്കത്തില്ല അദ്ദേഹം മന്ത്രിയാകുവാനായി അദ്ദേഹത്തെ സഹായിച്ചത്. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ മറ്റു പലതുമാണ്. എന്നാൽ അദ്ദേഹം ഭരിക്കുവാൻ പോകുന്നത് ഭരണ നൈപുണ്യവും അറിവും ഏറെ ആവശ്യമുള്ള ചില വിഭാഗങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ വളരെയധികം അവഗാഹമായ ജ്ഞാനമുള്ള ഒരാളായിരിക്കും മന്ത്രിയുടെ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ സെക്രട്ടറി ആയിട്ടും IAS തലങ്ങളിൽ ഡെപ്യൂട്ടി സെക്രട്ടറി അങ്ങനെയുള്ള സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്നത്. ഈ സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മന്ത്രിയോടൊപ്പമുള്ള പ്രൈവറ്റ് സെക്രട്ടറി ആണെങ്കിൽ പോലും, മന്ത്രിക്ക് ജ്ഞാനം കുറവുള്ള പല മേഖലകളിലും ജ്ഞാനം ശ്രദ്ധിച്ചിട്ടുള്ള ആളായിരിക്കും. പണ്ടൊരിക്കൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരു വേദിയിൽ നിന്നൊരു മന്ത്രി ഭയങ്കരമായിട്ട് പ്രസംഗിക്കുകയാണ്. ആളുകളൊക്കെ കൈയടിക്കുന്നുണ്ട് പ്രസംഗത്തിൻ്റെ പോയിന്റുകളൊക്കെ കഴിയുമ്പോൾ. അത് കഴിഞ്ഞ് മന്ത്രി ഇറങ്ങിപ്പോയപ്പോൾ ഈ കൈയടിച്ച ആളുകളൊക്കെ പുറകിലിരുന്ന ഒരാൾക്ക് കൈ കൊടുക്കുകയായിരുന്നു. ആരാണെന്ന് ചോദിച്ചാൽ ഈ മന്ത്രിയുടെ പ്രസംഗം എഴുതി കൊടുത്ത അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയാണത്. അപ്പോൾ മന്ത്രിയേക്കാൾ വിശേഷ വൈദഗ്ധ്യമുള്ള ഒരാളാണെങ്കിലും പലപ്പോഴും മന്ത്രി രാഷ്ട്രീയക്കാരനായിരിക്കുമ്പോൾ വളരെയധികം ബഹുമാനിച്ചിരുന്ന ഒരാളാണെങ്കിലും മന്ത്രിയുടെ സ്ഥാനത്തിരിക്കുമ്പോൾ അദ്ദേഹത്തെ സഹായിക്കുവാൻ വേണ്ടി നിൽക്കുന്ന ഈ IAS ഉയർന്ന ഉദ്യോഗസ്ഥനോ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയായി വരുന്ന സമയത്ത് മന്ത്രിക്ക് ജ്ഞാനമില്ലാത്ത പല മേഖലകളെയും ഇദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്, തിരുത്തി കൊടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇങ്ങനെയും ഒരു ഹെൽപ്പറുണ്ട്. പ്രിയമുള്ളവരെ, ഇതിനേക്കാൾ വലിയൊരു ഹെൽപ്പറാണ് ഒരു കുഞ്ഞിൻ്റെ കൂടെ ആ കുഞ്ഞിനെ പഠിപ്പിക്കുവാനിരിക്കുന്ന അവൻ്റെ അമ്മ. ഈ ലോകത്തിൽ ഏറ്റവും വലിയ ഹെൽപ്പറാണത്. എഴുതുവാൻ തുടങ്ങി സംസാരിക്കുവാൻ, നടക്കുവാൻ, ഇരിക്കുവാൻ, എല്ലാ കാര്യങ്ങളിലും കുഞ്ഞിനെ സഹായിക്കുന്ന അമ്മയെയും അച്ഛനെയും പോലെ അവനെ സഹായിച്ചിട്ടുള്ള മറ്റാരാണ് ഈ ലോകത്തിലുള്ളത്? പ്രിയമുള്ളവരെ, ഇങ്ങനെ ഹെൽപ്പിൻ്റെ വ്യത്യസ്ത തലങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇതിനോടൊന്നും തുലനപ്പെടുത്താൻ പറ്റാത്ത ഒരു ഹെൽപ്പറാണ് പരിശുദ്ധാത്മാവ്. അവൻ ദൈവം തന്നെയാണ്. അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മളോടൊപ്പം ആയിരിക്കുകയാണ്. യേശു പിതാവിനോട് പറയുകയും നമ്മളോടുകൂടെ ആയിരിക്കുവാൻ, എപ്പോഴും സഹായിക്കുവാൻ ഒരാളെ അയക്കുകയും ചെയ്യുമെന്ന് യേശു പറഞ്ഞിരിക്കുകയാണ്. അതാണ് പരിശുദ്ധാത്മാവ്. ഒരുപക്ഷെ നമ്മളുടെ ഭൂമിയിലെ ഹെൽപ്പർ എന്ന വ്യാഖ്യാനങ്ങൾക്കുമൊക്കെ ഉപരിയായ മറ്റൊരു തലം കൊടുക്കണം. കാരണം ഞാൻ പറഞ്ഞ ഈ ഓരോ ഹെൽപ്പർ എന്ന് പറയുന്ന സ്ഥാനങ്ങളും വളരെ വ്യത്യസ്തമാണ്. പദവികൾക്കനുസരിച്ച് ചെയ്യുന്ന ജോലി ഒന്നാണെങ്കിലും, സഹായമെന്ന ജോലിയാണെങ്കിലും ആള് മാറുന്നതനുസരിച്ച് അതിൻ്റെ രീതി മാറുകയാണ്. അതുപോലെ നമ്മളുടെ കൂടെ പരിശുദ്ധാത്മാവ് കടന്നു വന്നു കഴിയുമ്പോൾ ഒരമ്മയേക്കാൾ മനോഹരമായ രീതിയിൽ നമ്മളെ ഇരിക്കുവാൻ, നടക്കുവാൻ, സംസാരിക്കുവാൻ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയായി പരിശുദ്ധാത്മാവ് മാറുകയാണ്. നമ്മൾ ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോൾ നമ്മൾ ആദ്യമായി ദൈവത്തിൽ, ഈ ഭൂമിയിൽ ദൈവരാജ്യത്തിലേക്ക് ജനിച്ചു വീഴുകയാണ്, ആത്മാവിനാൽ ജനിക്കുകയാണ്. ഇങ്ങനെ ജനിച്ചു വീണു കഴിയുന്ന ഒരാൾക്ക് അമ്മയുടെ സ്ഥാനത്ത്, അപ്പൻ്റെ സ്ഥാനത്ത് കരുതലോടെ നടത്തുവാൻ ഒരാൾ ആവശ്യമുണ്ട്. ഈ ഭൂമിയിൽ നമ്മൾ അമ്മയിൽ നിന്ന്, അച്ഛനിൽ നിന്നൊക്കെ പഠിച്ചത് ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം എന്നാണ്. എന്നാൽ
പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവരാജ്യത്തിലൊരു ദൈവമകനായി എങ്ങനെ ജീവിക്കണമെന്നാണ്, എങ്ങനെ സംസാരിക്കണമെന്നാണ്, എങ്ങനെ സംസാരിച്ച് തുടങ്ങണമെന്നാണ്. യേശു പറയുകയാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച്. നമുക്കറിയാം, യേശു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് തന്നെക്കുറിച്ച് പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്. അവിടുന്ന് പറയുകയാണ്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 19-ാമത്തെ വാക്യം. പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. ചിലർ ഇത് പറയുന്നത് യേശു പിതാവിൽ നിന്ന് വളരെ താഴ്ന്ന ഒരാളാണെന്ന് കാണിക്കുവാനാണ്. ഒരിക്കലുമല്ല. ഇവിടെ നമ്മൾ കാണുന്നത് വളരെ വ്യത്യസ്തമായൊരു കാര്യമാണ്. പിതാവ് ചെയ്യുന്നതെല്ലാം തന്നെ പുത്രനും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് താണ ഒരാളാണെന്ന് കാണിക്കാനാണോ, അതോ ഉയർന്ന നിലവാരം, പിതാവിൻ്റെ അതേ നിലവാരമുള്ളയാളെന്ന് കാണിക്കുവാനാണോ? നമ്മളൊരു ഓഫീസിൽ ചെല്ലുമ്പോൾ ആ ഓഫീസിൽ ഏറ്റവും ഉന്നത പദവിയിലിരിക്കുന്ന ഒരാൾ ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെ മറ്റൊരാളും ചെയ്യുന്നുവെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? ഈ രണ്ടാളുകളും തുല്യ പദവിയിലുള്ളവരാണ് എന്നതാണ്. പ്രിയമുള്ളവരെ, യേശു പിതാവിൻ്റെ തുല്യ പദവിയിലുള്ളതാണെങ്കിലും യേശു ഈ ഭൂമിയിൽ ജീവിച്ച കാലത്ത് മുഴുവൻ സമയവും ശ്രദ്ധിച്ചൊരു കാര്യം, നമുക്ക് വേണ്ടി കാണിച്ചു തന്നൊരു കാര്യം, പിതാവ് ആഗ്രഹിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം ചെയ്യുന്ന ഒരാളായി വിധേയപ്പെട്ട് ഭൂമിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് യേശു നമുക്ക് തന്നെ കാണിച്ചു തന്നത്. സ്വന്തം ഇഷ്ടപ്രകാരം പലതും ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും താൻ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ സ്വമേധയാ ഒന്നും പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞ കർത്താവിനെ നമ്മൾ കാണണം. എന്നിട്ട് കർത്താവ് ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മളോട് പറഞ്ഞു തരുന്നത് ഇങ്ങനെയാണ്, വളരെ വ്യക്തമായിട്ട്. ഈ പരിശുദ്ധാത്മാവും സ്വമേധയാ ഒന്നും ചെയ്യത്തില്ല. അവൻ സ്വമേധയാ ആയിരിക്കുകയില്ല സംസാരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. ഈശോ പറയുകയാണ്, അവൻ സ്വമേധ ആയിരിക്കത്തില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. എന്താണ് ഇങ്ങനെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത്? പരിശുദ്ധാത്മാവ് യേശുവിന് സമനായ പരിശുദ്ധ ത്രിത്വത്തിലെ ആളാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോഴും ഭൂമിയിൽ പ്രവർത്തിക്കുമ്പോഴും യേശു ഭൂമിയിൽ പ്രവർത്തിച്ച കാലത്ത് യേശു ചെയ്തതുപോലെ, യേശു പിതാവിൻ്റെ ഹിതം മാത്രം നോക്കി അത് ചെയ്തതുപോലെ, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് യേശുവിൻ്റെ ഹിതം നോക്കി യേശുവിനുള്ളതിൽ നിന്ന് നമ്മളോട് പറയുകയാണ്, പ്രഖ്യാപിക്കുകയാണ്, സ്വമേധയല്ല. ഇത് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ മനോഹരമായ ഒരു രഹസ്യമാണ്. എന്നിട്ട് യേശു നമ്മളോട് പറയുന്നത്, നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങൾ പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യങ്ങൾ, ഞാൻ പിതാവ് പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തതുപോലെ, പരിശുദ്ധാത്മാവ് എന്നിൽ നിന്നെല്ലാം എടുത്ത് നിങ്ങൾക്ക് തരുന്നത് പോലെ, സ്വമേധയാ ഒന്നും ചെയ്യാതെ എന്നെ ശ്രദ്ധിക്കുന്നത് പോലെ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ശ്രദ്ധിക്കണം. അത് യേശു കാണിച്ചു തന്ന പ്രവൃത്തിയാണ്. എന്നിട്ട് യേശു നമ്മളോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നത് നോക്കുക, അവൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേട്ട് അവൻ ആഗ്രഹിക്കുന്നത് പോലെ പ്രവർത്തിക്കുക. അങ്ങനെ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ വക്താക്കളായി മാറുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ യേശുവിൻ്റെ ദൈവപുത്ര സ്ഥാനത്തേക്ക് ഉയർത്തുവാൻ വേണ്ടി വന്നവനാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. പൗലോസ് ഇത് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളുടെ ഡ്രൈവർ സ്ഥാനത്തേക്ക് വരികയാണ്. പരിശുദ്ധാത്മാവ് നമ്മളെയും കൊണ്ട് പോവുകയാണ്. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ കൈപിടിച്ച് നടത്തിക്കൊണ്ട് പോകുമ്പോൾ അമ്മയുടെ സ്ഥാനം കുഞ്ഞിനേക്കാൾ താഴെയല്ലെങ്കിലും അമ്മ കുഞ്ഞിനെ ഡ്രൈവ് ചെയ്യുകയാണ്. സ്കൂട്ടറിലിരുത്തി കൊണ്ടുപോകുമ്പോൾ പുതിയ ലോകം കാണിക്കുകയാണ്. എന്നാൽ ഈ അമ്മയുടെ വരുതി വെട്ടി കുഞ്ഞ് പോകുവാൻ പാടില്ല. ഇങ്ങനെ പരിശുദ്ധാത്മാവിനോടൊപ്പം നമ്മൾ നടക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യമാണ് മറ്റുള്ളവരോട് എങ്ങനെ സംസാരിക്കണമെന്നത്. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് എന്ത് പറയുവാൻ ആഗ്രഹിക്കുന്നു എന്ന് ഏത് സാഹചര്യത്തിലും 2 വാക്കുകൾ ഉച്ചരിക്കുന്നതിന് മുൻപ് നമ്മൾ ഹൃദയം പരിശുദ്ധാത്മാവിലേക്ക് ഉയർത്തി പരിശുദ്ധാത്മാവിനോട് ചോദിക്കുന്നത് ഒരു ശീലമാക്കി മാറ്റിയാൽ, യേശുവിൽ നിന്നുള്ളത്, യേശുവിൻ്റെ ഹിതത്തിൽ നിന്നുള്ളത് അവിടെ നിന്നെടുത്ത് പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരും. ഈശോയാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരും. നിന്റെ സ്ഥാനത്ത് യേശുവാണ് ജീവിക്കുന്നതെങ്കിൽ, യേശുവാണ് ഇവിടെ പ്രവർത്തിക്കുന്നതെങ്കിൽ
യേശുവാണ് ഇവിടെ സംസാരിക്കുന്നതെങ്കിൽ ഇങ്ങനെയായിരിക്കും യേശു സംസാരിക്കുക. പ്രിയമുള്ളവരെ, യേശു സമരിയാക്കാരിയോട് സംസാരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു രീതി നമ്മൾ കാണുകയാണ്. അവളോട് യേശുവിനെ അവൾ വ്യഭിചാരിണിയാണ് എന്ന സത്യത്തിലേക്ക് അവൾ നയിക്കണം. എന്നാൽ യേശു ഒരിക്കലും ഒരു വ്യക്തിയെ വളരെ പെട്ടെന്ന് വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. എന്നാൽ അവളെ പശ്ചാത്താപത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം. ഇതൊരു ക്രിസ്ത്യാനിയുടെ ചലഞ്ചാണ്. പലപ്പോഴും യേശു എന്താണ് ചെയ്തത്? അവളുടെ അടുക്കലേക്ക് ചെല്ലുന്നു. ആരും അവഗണിക്കുന്ന പെൺകുട്ടിയോട് അവഗണന കാണിക്കാതെ ബഹുമാനം കാണിക്കുന്നു. അവളുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കുന്നു. അവളോട് ആ വെള്ളത്തെക്കുറിച്ച് സംസാരിക്കുന്നു. വളരെ ലളിതമായ ഒരു സംഭാഷണം യേശു ബിൽഡ് ചെയ്യാം. എന്നിട്ട് അവളെ വളരെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ ഇരുന്നിട്ട് യേശു അവളെ വളരെ ആകർഷണീയമായ രീതിയിൽ ദൈവരാജ്യത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞ്, സ്വർഗത്തിലെ ജലം അതൊക്കെ പറഞ്ഞ് അവളെ ഭയങ്കരമായ രീതിയിൽ അതിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ ഈ പെൺകുട്ടിക്ക് വളരെ ഉത്സാഹം ഉണ്ടാകുന്ന സമയത്ത് യേശു പറഞ്ഞു, നീ പോയി നിന്റെ ഭർത്താവിനെ കൂടെ വിളിച്ചുകൊണ്ട് വാ. എത്ര മനോഹരമായിട്ടാണ് ആ കോൺവെർസേഷൻ കർത്താവ് ബിൽഡ് ചെയ്യുന്നത് നോക്കുക. നമുക്ക് കാണാം, പഴയ നിയമത്തിൽ ആ നാഥാൻ പ്രവാചകൻ ദാവീദിനോട് സംസാരിക്കുന്നത്. ദാവീദ് വ്യഭിചാരം ചെയ്തതിന് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തണം. പക്ഷെ നേരിട്ട് പോയിട്ട് ആ വ്യഭിചാരി എന്ന് വിളിക്കുകയല്ല, പകരം ഒരു കഥ പറയുകയാണ്. ഒരു ആടിൻ്റെ കഥ, ഒരു പാവപ്പെട്ടവൻ വളർത്തിയ ആടിനെ ഒരു പണക്കാരൻ കൊന്നുകളഞ്ഞ കഥ. അപ്പോൾ ദാവീദ് ഭയങ്കര ക്ഷുഭിതനായി പറയുകയാണ്, അവനെ ഇപ്പോൾ തന്നെ നമ്മൾ വധിക്കണം, അവനെ ശരിയായി കളയണം. ആ സമയത്ത് നാഥാൻ ദാവീദിൻ്റെ നേരെ കരങ്ങൾ ചൂണ്ടിയിട്ട് പറയുകയാണ്, ദാവീദ്, നീ ഒരുപാട് ചാടണ്ട, ആ മനുഷ്യൻ നീയാണ്. പ്രിയമുള്ളവർ, എന്തൊരു വലിയ വിവേകമാണ്. നമ്മളുടെ കുടുംബത്തിൽ സംസാരിക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം നമ്മളുടെ വികാരങ്ങളായിരിക്കരുത് നമ്മളെ ഡ്രൈവ് ചെയ്യേണ്ടത്, നമ്മളുടെ പരിശുദ്ധാത്മാവായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, അപ്പോഴാണ് നമ്മളുടെ കുടുംബ ജീവിതത്തിൽ വലിയ സന്തോഷം കടന്നു വരാൻ സാധിക്കുക. പലപ്പോഴും ഒരു കൗൺസിലറിൻ്റെ ആവശ്യം നമുക്ക് വരുന്നത്, പരിശുദ്ധാത്മാവിനെ കൗൺസിലർ എന്ന് വിളിക്കാറുണ്ടല്ലോ, ഈ സഹായകൻ എന്ന പാരക്ലേറ്റിനെ കൗൺസിലർ എന്ന് വിളിക്കാറുണ്ട്. നമ്മളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ ഒരു കൗൺസിലർ മനുഷ്യനെ കൊണ്ടുവരുന്ന സമയത്ത് പലപ്പോഴും കാര്യങ്ങൾ പരിഗണിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഒരു കൗൺസിലർ ആ ഒരേ കാര്യം തന്നെ, നമ്മളുടെ ജീവിതത്തിലെ ആ പ്രധാനപ്പെട്ട പ്രശ്നമുണ്ടാക്കുന്ന വിഷയം തന്നെ നമുക്ക് രണ്ടുപേർക്കും മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കി തരുമ്പോഴാണ്, സംസാരിക്കുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും കാര്യം മനസ്സിലാകും, പെട്ടെന്ന് രമ്യതയിലേക്ക് വരും. അതാണ് കൗൺസിലർ, അതാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കാൻ ഒരു നിമിഷം കണ്ണുകൾ അടച്ച് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാൽ മതി. പരിശുദ്ധാത്മാവിനോട് ഒരു ഡിവോഷൻ നമ്മൾ കൊണ്ടുവരണം. പരിശുദ്ധാത്മാവ് 3000 ആളുകൾ പരിശുദ്ധാത്മാവ് വന്ന് പത്രോസിലും ശിഷ്യന്മാരിലും നിറഞ്ഞ സമയത്ത് വ്യത്യസ്ത ഭാഷക്കാരായ വ്യത്യസ്ത രീതിയിലുള്ള 3000-ഓളം ആളുകൾക്ക് ഒരേ സമയം പത്രോസ് പറയുന്നത് മനസ്സിലാക്കുവാൻ ഇടവരുത്തിയ പരിശുദ്ധാത്മാവാണ്. ഡിഫറൻസസിൽ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്ന കഴിവ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിൽക്കുന്നു. പ്രിയമുള്ളവരെ, വീട്ടിലെ ഏത് പ്രശ്നങ്ങളാണോ, നിങ്ങൾ സ്വയം സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഇമോഷൻ സംസാരിക്കുന്നു, നിങ്ങളുടെ ജഡം സംസാരിക്കുന്നു. നമ്മളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നമ്മളെ മുന്നോട്ട് നയിക്കുമ്പോൾ നമ്മളുടെ വികാരങ്ങളും സ്വാർത്ഥതയും സംസാരിക്കുന്നു. ഒരു നിമിഷം ഒന്ന് അടങ്ങുക, കണ്ണുകൾ അടച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിനെ കൊണ്ട് എൻ്റെ സംഭാഷണത്തെ നീ വിശുദ്ധീകരിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നിറച്ചു തന്നുകൊണ്ട് എൻ്റെ സംഭാഷണത്തെ, കമ്മ്യൂണിക്കേഷനെ എളിമയും സ്നേഹവും നിറഞ്ഞതാകുവാൻ, അതിലെ പരുക്കൻ ഭാവങ്ങൾ എടുത്തു മാറ്റി, മുറിക്കുന്ന ഭാവങ്ങൾ എടുത്തു മാറ്റി, എന്നാൽ സത്യം സ്നേഹത്തിൽ സംസാരിക്കുവാനുള്ള വലിയ അഭിഷേകം എനിക്ക് തരണമേ. അതിനുള്ള പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അങ്ങ് എനിക്ക് തരണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.